നമസ്കാരം. അപ്പോൾ ഒരു വീഡിയോ കൂടി വരികയാണ്. അതായത് ഇപ്പം കുറേ കാര്യങ്ങൾ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അതായത് അയ്യപ്പൻ്റെ കാര്യങ്ങളും അതേപോലെ പല കാര്യങ്ങളും കേൾക്കുന്നുണ്ട്. അതൊക്കെ അത് വേറെ വിഷയമാണ്. ഞാനിപ്പം വന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരു ട്രെയിനിങ് സെൻറ്ററിനെ പറ്റിയിട്ടുള്ള ഒരു കാര്യം. വർഷങ്ങളായി സംഗതികൾ ഇങ്ങനെ പ്രൈവറ്റായിട്ട് പോകുന്നു. അപ്പോൾ അതൊന്ന് ആക്ച്വലി എനക്കൊന്ന് ഇപ്പോഴൊന്ന് ഇത് ചെയ്യണം തോന്നി. എന്തുകൊണ്ടാണെന്ന് കാരണം എന്ന് വെച്ചാൽ, ട്രേഡിങ് കാര്യങ്ങളെ പറ്റിയിട്ടൊന്ന് ആക്ച്വലി ഒരു കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ഞാൻ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ, ഞാൻ പഠിച്ചൊരു സ്ഥാപനത്തെ പറ്റിയിട്ടാണ് ഞാൻ ആക്ച്വലി ഇത് ചെയ്യുന്നത്. അതായത് NDTF, അതായത് നെറ്റൂർ ടെക്നിക്കൽ ട്രെയിനിങ് ഫൗണ്ടേഷൻ. അപ്പോൾ ഇതിൽ ആക്ച്വലി ഒന്നെന്ന് വെച്ചാൽ നെറ്റൂർ ടെക്നിക് ഫൗണ്ടേഷൻ എന്ന് വെച്ചാൽ എല്ലാവർക്കും ഇതുണ്ടാവും, എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് എന്താണെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം പറയേണ്ടിയിട്ടാണ് ഞാൻ ആക്ച്വലി വീഡിയോ ചെയ്യുന്നത്. ഒന്ന് മെയിനായിട്ട് അതായത് ആക്ച്വലി ഈ ട്രെയിനിങ് സെൻറ്റർ എന്ന് വെച്ചാൽ NDTF ട്രെയിനിങ് സെൻറ്റർ എന്ന് വെച്ചാൽ പണ്ട് കാലത്ത്, അതായത് 1959 ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നൊരു ഇതാണ്. അപ്പോൾ ആ സമയത്ത് ഇത് ആക്ച്വലി എന്താ പറയുക വെച്ചാൽ CSI ടെക്നിക്കൽ ട്രെയിനിങ് സെൻ്റർ ആയിരുന്നു. അപ്പോൾ ഇത് ഇപ്പോഴെന്ന് വെച്ചാൽ വർഷങ്ങളായി മാറിയിട്ട്. അപ്പോൾ ഞാൻ അത് അറ്റ്ലീസ്റ്റ് എനിക്ക് കുറച്ച് ഡൗട്ട്സുകളുണ്ട്. അപ്പോൾ അത് ആരെങ്കിലും ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഒന്നും കൂടി ഇതിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ ആൾക്കാർ അറിയണമല്ലോ. എന്നുവെച്ചാൽ പഴയ കാലത്തെ ട്രെയിനിങ്ങും ഇപ്പോഴത്തെ ട്രെയിനിങ്ങും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സത്യാവസ്ഥ നമുക്ക് അറിയണമല്ലോ. നമ്മളവിടെ പഠിച്ച ആളാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സത്യാവസ്ഥ അറിയണമല്ലോ എന്താണെന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇത് മുമ്പ് ആക്ച്വലി നമ്മൾ ചെയ്തിരിക്കുന്നത് ഹെൻറിച്ച് എന്നൊരാളാണ്. ഒരു 1915 ഡോക്ടർ ഹെൻറിച്ച് എന്നൊരാളാണ് ഇത് ആക്ച്വലി 1959 ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഇവരെ ഒരു CSI ഇതുമായിട്ട് ടൈപ്പ് ചെയ്തിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് 1959 പിന്നെ അതിനകത്തൊരു 1963 ആക്ച്വലി ഒഫീഷ്യലി എസ്റ്റാബ്ലിഷ് ആയത്, 1963. അപ്പോൾ 1962 മുതലാണ് ഇത് ഫസ്റ്റത്തെ 4 years കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ എനിക്ക് ഇതിനെപ്പറ്റി എൻ്റെ ഫാദറെല്ലാം പറഞ്ഞിട്ടും എൻ്റെ റിലേറ്റീവ്സ് പറഞ്ഞിട്ടുള്ള ഒരു അനുഭവം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇതിൽ ആപ്പിൽ നോക്കിയത്. അപ്പോൾ ഇതിൽ ഇപ്പം റൺ ചെയ്യുന്നത് ആക്ച്വലി പ്രൈവറ്റാണ്. ഇത് പ്രൈവറ്റ് ലെവലാണ്, വിത്ത് ഫീസിലാണ്. ഇപ്പം ഞാൻ പഠിച്ചതെന്ന് വെച്ചാൽ വിത്തൗട്ട് ഫീസിലാണ് പഠിച്ചത്. അപ്പോൾ ആക്ച്വലി ഒന്നെന്ന് വെച്ചാൽ ഒന്ന് റീകളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ കാരണം എന്ന് വെച്ചാൽ, ഇതിൽ ഇപ്പോഴത്തെ ട്രെയിനിങ്ങും പണ്ടത്തെ ട്രെയിനിങ് തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. വളരെ അതൊരു 10-25 വർഷം മുമ്പുള്ള ട്രെയിനിങ്ങും ഇപ്പോഴത്തെ ട്രെയിനിങ്ങും തമ്മിൽ ഭയങ്കര വ്യത്യാസം. അപ്പോൾ ഇതൊന്ന് എല്ലാവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ അകത്ത് എന്തെങ്കിലും നമുക്കിപ്പം റൺ ചെയ്യുന്ന ട്രെയിനിങ്ങിന് ട്രെയിനിങ് സെൻറ്ററിൽ നമുക്ക് എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ, എന്തെങ്കിലും ഇത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആക്ച്വലി ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ താഴെ വന്നിട്ട് ആരും ഡയലോഗ് അടിക്കാൻ നിൽക്കണ്ട. ഞാൻ ആക്ച്വലി ഇത് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ, ഞാനവിടെ ജനിച്ചു വളർന്ന ഒരാളാണ്, ആ ക്യാമ്പസ് തന്നെ. അപ്പോൾ ഇന്ന് ആ ക്യാമ്പസിൽ NDTF എന്നുള്ള തലശ്ശേരിയിൽ നെട്ടൂർ എന്നുള്ള ക്യാമ്പസിൽ ഇന്ന് NDTF ഇല്ല. ഇന്ന് NDTF എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സ്ഥാപനം അവിടെ ഇല്ല. അതായത് CSI ടെക്നിക്കൽ, അതായത് ഗുണ്ടറ്റ് മെമ്മോറിയൽ CSI ചർച്ചിൻ്റെ കോമ്പൗണ്ടിൽ ഇന്ന് NDTF ഇല്ല, ഇന്നിപ്പോൾ ഇല്ല. ആക്ച്വലി അവിടെ ഓൾറെഡി അവിടെ നിന്ന് റിമൂവ് ചെയ്തു, ഇല്ല. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഒന്നെന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരു 1978 പീനയിൽ ഇതിൻ്റെ ഒരു 5 acre ക്യാമ്പസിൽ, അതായത് 5 acre ക്യാമ്പസ് എന്ന് വെച്ചാൽ അത് ഗവൺമെൻറ്റുമായിട്ട് ടൈപ്പ് ചെയ്തിട്ട് 5 acre ക്യാമ്പസിൽ അവർ പീന സെൻറ്റർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നെന്ന് വെച്ചാൽ ഇതിനു മുമ്പ് വരെ പള്ളിയുടെ ഇതിലായിരുന്നു, പഴയകാല സമയത്തെല്ലാം പള്ളീൻ്റെ ഇതിലായിരുന്നു ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. അതായത് CSI ടെക്നിക്കൽ ട്രെയിനിങ് സെൻറ്റർ എന്നുള്ള ഇതിൽ തന്നെയായിരുന്നു പണ്ട് കാലത്ത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് NDTF എന്നുള്ള ഇതിലായി. പണ്ട് കാലത്തുള്ള, അതായത് ഫസ്റ്റ് ബാച്ചിലുള്ള കുറേ ആൾക്കാരുണ്ട്, എനിക്കറിയുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അവരെല്ലാം പറഞ്ഞ്, അതായത് അന്ന കാലത്ത് ഉള്ള CSI ടെക്നിക്കൽ ട്രെയിനിങ് സെൻറ്റർ എന്നുള്ള, ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ എന്നുള്ള CSI ടെക്നിക്കൽ ട്രെയിനിങ് സെൻറ്റർ എന്നുള്ള ഇതായിരുന്നു. പിന്നെ അതിനുശേഷം NDTF ആയി. അപ്പോൾ ഇപ്പോഴും NDTF എന്നല്ല വരുന്നത്. പക്ഷേ ഇപ്പം മാനേജ്മെൻറ്റ് എന്ന് വെച്ചാൽ വേറെയാണ്.
ഈ സ്ഥാപിച്ചത് ആക്ച്വലി ഫസ്റ്റ് സ്ഥാപിച്ചത് നെട്ടൂരാണ്. അതായത് ഹെർമൻ ഗുണ്ടറ്റിൻ്റെയും അതായത് ബംഗ്ലാവിൻ്റെ അടുത്ത് അതിൻ്റെയെല്ലാം പരിസരത്താണ് ഫസ്റ്റ് CSI പള്ളിയെല്ലാം അതിൻ്റെ അടുത്താണ് ട്രെയിനിങ് സെൻറ്റർ. പക്ഷേ ഇന്ന് ഒരു എനിക്ക് തോന്നുന്നു 2 വർഷത്തിൻ്റെ അടുത്തായി ആക്ച്വലി അവിടെ NDTF ഇല്ല. ട്രെയിനിങ് സെൻറ്റർ അവിടെ ഇല്ല. അവർ റിമൂവ് ചെയ്തു അവിടെ. വാടക കൊടുക്കാത്ത ഇഷ്യൂ. ഞാൻ ചോദിച്ചപ്പോൾ ഞാൻ ആക്ച്വലി പള്ളിയിൽ ചോദിച്ച സമയത്ത് പറഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് ഇവർ വാടക കൊടുക്കുന്നില്ല, അതുകൊണ്ടാണ് ഇവർ റിമൂവ് ചെയ്തത്. അവരിപ്പോൾ അതുകൊണ്ട് പ്രൈവറ്റ് സ്ഥാപനത്തിലേക്ക് പോയി. അതായത് കേരള ഗവൺമെൻറ്റായിട്ട് ടൈപ്പ് ചെയ്തിട്ട് പോയി. അപ്പോൾ അതിന് മുമ്പേയും അവിടെ തന്നെ റൺ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് ആക്ച്വലി നമ്പർ ഓഫ് സ്റ്റുഡൻസ് കുറവായിരുന്നു. പക്ഷേ ഇന്നിപ്പം നമ്പർ ഓഫ് സ്റ്റുഡൻസ്, അതായത് ഈ ഫീസ് വന്നതിന് ശേഷം നമ്പർ ഓഫ് സ്റ്റുഡൻസ് കൂടി. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇവർ സിലബസ് മാറി. അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ട്. പക്ഷേ ഒന്ന് എനിക്ക് ഇതിൽ ഇത് ഇങ്ങനൊരു വീഡിയോ ഇതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഒന്നെന്ന് വെച്ചാൽ ഇതിൽ ഈ ട്രെയിനിങ് സെൻറ്റർ എന്ന് വെച്ചാൽ ഞാനവിടുന്ന് പഠിച്ചതാണ്. അപ്പോൾ 4 years ആയിട്ട് പഠിച്ചതാണ്. അപ്പോൾ ഒന്ന് എനിക്ക് ഇതിൻ്റെ അകത്ത് അറിയേണ്ട ഒരു കാര്യം, ഇതെങ്ങനെ പ്രൈവറ്റിലേക്ക് മാറി. ഇങ്ങനെ ഈ CSI എന്നുള്ളൊരു പള്ളീൻ്റെ സ്ഥാപനം എങ്ങനെ പ്രൈവറ്റിലേക്ക് മാറി. ഏതൊരു അവർ പുതിയൊരു ട്രസ്റ്റ് ഇതിലേക്ക് മാറി. അതായത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ എന്നുള്ള ഇതിലാണ് തുടങ്ങിയത്. പിന്നെ അതെങ്ങനെ പ്രൈവറ്റിലേക്ക് മാറി, അതൊരു ക്വസ്റ്റ്യനാണ്. അതൊന്ന് ആരെങ്കിലും ഒന്ന് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരണം. പിന്നെ ഒന്ന് വെച്ചാൽ ട്രെയിനിങ്, പിന്നെ ഫീസും കാര്യങ്ങളാണ് ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലെല്ലാം ഒന്ന് ആരെങ്കിലും ഇതിനെ പറ്റിയിട്ട് ഒന്ന് ഇതെങ്ങനെ കൺവേർട്ട് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ അറിയാം. അപ്പോൾ ഓപ്പണായിട്ട് വെട്ടി തുറന്ന് പറയണ്ടെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഒന്ന് ആർക്കെങ്കിലും ഇത് അറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ഇതിനെ പറ്റിയിട്ടൊന്ന് എനിക്ക് എക്സാമിൻ ചെയ്യാന്ന് വെച്ചാൽ ഇത് എല്ലാവരും അറിയേണ്ട സംഭവം എന്ന് വെച്ചാൽ ഇതിനകത്ത് 10-60 വർഷമായിട്ട് പഠിച്ച കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ പഴയ ആൾക്കാരുടെ അടുത്ത് നിന്ന് ചോദിച്ച കാര്യങ്ങളാണ് ഞാൻ ആക്ച്വലി ഇത് പറയുന്നത് വെച്ചാൽ ഞാനിതിപ്പോൾ ഇതിൽ നോക്കാൻ കാരണം എന്ന് വെച്ചാൽ ഈ 1959 ഇപ്പോൾ എനിക്കൊരു ഡൗട്ടായിരുന്നു. ഞാനവിടെ ജനിച്ച് വളർന്നതാണ്. അപ്പോൾ എനിക്ക് കാര്യങ്ങൾ അറിയാം. പക്ഷെ എന്നാലും ഇത് ഗൂഗിളിൽ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് നോക്കിയത്. ഇത് ഇപ്പോഴും ഉണ്ടോ എന്നുള്ള, ഇത് എവിടുന്ന് സ്റ്റാർട്ട് ചെയ്തെന്നുള്ള. പക്ഷേ വലിയൊരു സങ്കടമായിട്ട് കാര്യം എന്ന് വെച്ചാൽ ചില സ്റ്റാഫിൻ്റെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ പുതിയ പ്രസൻറ്റ് സ്റ്റാഫിൻ്റെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതെപ്പോൾ തുടങ്ങിയെന്ന് വെച്ചാൽ പുള്ളിക്കറിയില്ല. ഇപ്പം അതായത് NDTF എന്ന സ്ഥാപനം എപ്പോഴാണ് തുടങ്ങിയെന്ന് വെച്ചാൽ അവർക്കറിയില്ല, കറക്റ്റ് ചെയ്യാറായിട്ടില്ല. അതൊരു ഇത്. ഇതെങ്ങനെ ഈ NDTF എന്നുള്ള സംഭവം തുടങ്ങി എന്താണെന്നൊന്നും ആർക്കും അറിയില്ല. ഇവരിങ്ങനെ ഒരു ബിസിനസ് പരമായിട്ട് കൊണ്ടുവന്നതാണ്. ഓക്കെ, ആക്ച്വലി ഞാനിപ്പോഴും പറയുന്നു, ഞാനിത് ആരെയും ഇതാക്കാനോ ഇതിൽ നിന്നല്ല. പിന്നെ എന്ന് വെച്ചാൽ അതായത് പഠിച്ച ആൾക്കാർക്കെല്ലാം അറിയണം, ഗവൺമെൻറ് സർട്ടിഫിക്കേഷനും അല്ല, ഒന്നുമല്ല, പ്രൈവറ്റ് സർട്ടിഫിക്കേഷനാണ്. അപ്പം നമ്മളെല്ലാം ഗവൺമെൻറ്റിലെല്ലാം പോകുമ്പോൾ ഈ സർട്ടിഫിക്കറ്റിനെ പറ്റി ചോദിക്കും. അപ്പോൾ ചോദിക്കുന്ന സമയത്ത് NDTF തന്നെ ഗവൺമെൻറ്റൊന്നും ഒരു വാല്യൂ ഇതൊന്നും ഇല്ല. അതൊരു വേറൊരു ഇത്. ഇപ്പോൾ ഇവർ പറഞ്ഞ NCVT സർട്ടിഫിക്കേഷൻ, ആ സർട്ടിഫിക്കേഷൻ, ഇത് സർട്ടിഫിക്കേഷൻ ഇപ്പം പറയുന്നുണ്ട്. പണ്ട് കാലത്ത് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. പക്ഷേ ഇത് നമ്മളെ മുൻകാലങ്ങളിലുള്ള ആൾക്കാർ ചെയ്ത ഒരു പേര്, അതായത് ഒരു ഫസ്റ്റ് ബാച്ചിൽ, അതായത് എനിക്ക് തോന്നുന്നു ഒരു 63, 64, അതായത് 62-64, അതായത് 3.5 years ആണ് ഇവർ പ്ലാൻ ചെയ്ത ഫസ്റ്റത്തെ ബാച്ച് 62-64. ആ ബാച്ചിലുള്ള ആൾക്കാരും, അതായത് 71 ബാച്ചിൽ കുറച്ച് ആൾക്കാരെ എനിക്കറിയാം. അപ്പോൾ അവർ ചെയ്ത ഒരു ഇതാണ് ഇപ്പോഴും NDTFൻ്റെ പേര് നിലനിന്ന് പോകുന്നത്. അപ്പോൾ അവർ ചെയ്ത വർക്കുകളും അവർ ചെയ്ത കാര്യങ്ങളും എല്ലാം ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ പേര് നിന്ന് പോകുന്നത്. അപ്പോൾ എൻ്റെ ഒരു ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ, ഇതെങ്ങനെ ഈ CSI ടെക്നിക്കൽ ട്രെയിനിങ് സെൻ്ററിലുള്ള സാധനം എങ്ങനെ പ്രൈവറ്റായിട്ട് മാറി? ആരെങ്കിലും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരും. വലിയൊരു ഇപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഗവൺമെൻറ്റിൽ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഗവൺമെൻറ്റിൽ
ഇതൊരു പ്രൈവറ്റ് സ്ഥാപനമാണ്, ഒരു പള്ളീൻ്റെ സ്ഥാപനമാണ്. അപ്പം ഇന്ന് സംസാരിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഒരു ക്ഷേത്രത്തിൻ്റെ കാര്യം പറയുന്നത് കേട്ടു, ഞാൻ ഒന്നും പറയുന്നില്ല. അപ്പോൾ അതേപോലെ ഈ പള്ളീൻ്റെ കാര്യവും പള്ളിയിലും ഇതുപോലെ സംഗതി നടക്കുന്നുണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. അത് ഏത് ആണ് ആ സമയത്ത് ഉണ്ടായതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ചെറുതായിരിക്കും ആ സമയത്തെല്ലാം, അറിയില്ല എനിക്ക് ഏത് ബിഷപ്പാണെന്നല്ല. അപ്പോൾ അതിനകത്ത് ബിഷപ്പിൻ്റെ മക്കളെല്ലാം അവിടെ പഠിച്ചിട്ടുണ്ട്, ഇല്ലയെന്ന് പറഞ്ഞില്ല. പള്ളിയിലെ ആൾക്കാർ പഠിച്ചിട്ടുണ്ട്, പള്ളിയിലെ ആൾക്കാരെല്ലാം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ചില ആൾക്കാരുടെ ബിഷപ്പിൻ്റെ മക്കളും പള്ളിയിലെ അച്ഛൻ്റെ മക്കളെല്ലാം അവിടെ വർക്കിങ് ചെയ്തിട്ടുണ്ട്, അതും ഞാൻ പറയാം. അപ്പോൾ എനിക്ക് എൻ്റെ ഓർമ്മ കാലം മുതൽ എനിക്ക് NDTF ആരെല്ലാം വർക്ക് ചെയ്തിട്ടുണ്ട്, ആരെല്ലാം സ്റ്റഡി പഠിച്ചിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. അപ്പോൾ ഇതെങ്ങനെ ഏത് മാജിക്കിലാണ് ഈ സാധനം CSI ടെക്നിക്കൽ ട്രെയിനിങ് സെൻ്ററിൻ്റെ സാധനം ഇപ്പം പ്രൈവറ്റിൽ ഇറങ്ങിയെന്ന് അതെങ്ങനെ മാറി എന്നുള്ള ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ? ഇത് കുറേ അതിൻ്റെ പഴയ ബാച്ചാറിലുണ്ട്. അപ്പോൾ ആരെങ്കിലും എന്തുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരുമോ? ചെറിയ അറിയാനുള്ളൊരു ആകാംക്ഷ ഉണ്ടാണ്. ഇങ്ങനൊരു സ്ഥാപനം ഇപ്പം നിലവിൽ നടന്നു വന്നുണ്ട്. ഇപ്പോൾ ഇഷ്ടംപോലെ ട്രെയിനിങ് സെൻ്റർ ഉണ്ട്. ഇപ്പം പണ്ട് കാലത്ത് ഒരു 94-98 സമയത്ത് എന്ന് വെച്ചാൽ ടൂൾ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ 1-2 ട്രെയിനിങ് സെൻ്ററേ ഉള്ളൂ, വേറെ ഇല്ല. ഇപ്പോഴത്തെ കാലത്താണ് ഇഷ്ടംപോലെ ട്രെയിനിങ് സെൻ്റർ വന്നത്. അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും ഇത് അതിനെ പറ്റിയിട്ട് ഇതെങ്ങനെ കൺവേർട്ടായി, അതായത് പ്രൈവറ്റിലേക്ക് കൺവേർട്ടായി, അതായത് പള്ളീൻ്റെ അതായത് CSI അതായത് ഫോംഡ് ഇൻ ആക്ച്വലി അതായത് അവർ പ്രൊമോട്ട് ചെയ്തിരിക്കുന്നത് സ്കിൽ ഡെവലപ്മെൻറ്റ് ഇൻ ഇന്ത്യ, അതായത് സ്കിൽ ഡെവലപ്മെൻറ്റ് 1959 കേട്ടോ. ഇത് സ്കിൽ ഡെവലപ്മെൻറ്റ് 1959 അതായത് ഇപ്പോഴത്തെ അല്ല. ഇപ്പം ഞാൻ സംസാരിക്കുക 2025 അല്ല, ഇപ്പം 1959 സ്കിൽ ഡെവലപ്മെൻറ്റ് ഉണ്ട്. അതൊന്നും ആലോചിക്കണം. അപ്പോൾ അന്നേ കാലത്തെ NDTF സ്കിൽ ഡെവലപ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും ഇതിനെ പറ്റിയിട്ട് അറിയുന്നുണ്ടെങ്കിൽ ഇത് എങ്ങനെ കൺവേർട്ടായി, ഇത് എങ്ങനെ ഇതിൻ്റെ അകത്ത് എന്ത് മറിമായ നടന്നത്, എങ്ങനെയാണ് ഇത് പ്രൈവറ്റിലേക്ക് പോയത്. അതായത് പള്ളിയിലുണ്ടായിരുന്ന സ്ഥാപനമായിരുന്നു, അതായത് പള്ളീൻ്റെ സ്ഥലമായിരുന്നു പള്ളി. അതേപോലെ ഇപ്പം അവിടുന്ന് അവിടുത്തെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പള്ളി സ്ഥാപനമായിരുന്നല്ലോ. അപ്പോൾ പള്ളി സ്ഥാപനമായിരിക്കുന്ന സമയത്ത് മിഷണറീസ് എല്ലാം പള്ളീൻ്റെ ആയിരിക്കുമല്ലോ. ഇപ്പോൾ തലശ്ശേരിയിൽ നിന്ന് സാധനങ്ങൾ മൊത്തം ഷിഫ്റ്റായി. അപ്പോൾ അത് ആർക്കുള്ളതാണ്, എന്താണ്, പിന്നെ പള്ളിയുടെ സ്ഥാപനം മാത്രമാണോ, അതായത് സ്ഥലം മാത്രമാണോ പള്ളീൻ്റെത്, ഈ മിഷൻസ് എല്ലാം ആരതാണ്, ഒന്നും ഇത് വ്യക്തമല്ല. പക്ഷെ ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഇപ്പം ആസ് പെർ ഗൂഗിൾ പ്രകാരം NDTF ടെക്നിക്കൽ ട്രെയിനിങ് സെൻ്റർ ആൻഡ് ഫൗണ്ടേഷൻ പ്രൊജക്ട് ഈസ് ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ ആൻഡ് സ്വിസ് NGO എന്നിട്ട് ഉണ്ട്. ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ ഉണ്ട്. ആർക്കും അത് മയക്കാനും പറ്റില്ല. അതായത് ഫസ്റ്റ് സെൻറ്റർ എസ്റ്റാബ്ലിഷ് ഇൻ നെട്ടൂർ കേരള 1959 എന്നിട്ടുണ്ട്. അപ്പോൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സമയത്ത് മിഷൻസ് എല്ലാം CSIൻ്റെ ആയിരിക്കൂലേ, CSI ടെക്നിക്കൽ ട്രെയിനിങ് സെൻ്ററിൻ്റെ ആയിരിക്കൂലേ, അതായത് പള്ളീൻ്റെ ആയിരിക്കൂലേ. ഇപ്പം പക്ഷേ അവിടെ ഞാനിപ്പോൾ ലാസ്റ്റ് ടൈം സമയത്ത് അതിൻ്റെ അകത്ത് ഒരു മിഷൻസും ഇല്ല, ഒന്നുമില്ല, പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുക. ഇപ്പോഴത്തെ പ്രസൻറ്റ് കണ്ടീഷനിൽ അവിടുത്തെ ക്യാമ്പസ്, അവിടുത്തെ ബിൽഡിങ് എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുക. അപ്പോൾ ഇത് പ്രൈവറ്റാണ് ഈ പറഞ്ഞത്, ശരി, ഓക്കെ. അപ്പോൾ ഇതാരെങ്കിലും ഒന്ന് അറിയുന്നുണ്ടെങ്കിൽ പറഞ്ഞത് വെച്ചാൽ ഇതിനകത്ത് ആക്ച്വലി അതായത് ഫസ്റ്റ് ബാച്ച്, അത് ഞാൻ പറയുന്നത് 1959 ഫസ്റ്റ് ബാച്ച് 16 ട്രെയിനീസിനെയാണ് അഡ്മിറ്റ് ചെയ്തത്, 16 ബാച്ച്. അപ്പോൾ അതിൽ കുറച്ച് ആൾക്കാരെല്ലാം ഞാൻ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷമുള്ള എനിക്ക് 71, 72, 74 അതിനുശേഷമുള്ള എല്ലാ ബാച്ചിലും എനിക്കൊരു 2000 വരെ എനിക്കറിയാം. അപ്പോൾ ഇത് ഞാൻ പറയാൻ കാരണം വെച്ചാൽ ഇതിൽ എങ്ങനെ ഈ പ്രൈവറ്റായി എന്നുള്ളതാണ്. അതായത് പ്രൈവറ്റ് സെക്ടറിലേക്ക് പോയി എന്നാണ്. കുറേ മുമ്പേ പോയിട്ടുണ്ട്. പക്ഷേ ആരെങ്കിലും അറിയുന്നത് പറഞ്ഞു തരണം. അതായത് ഒന്നും കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്.
ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് സ്റ്റാർട്ടർ പ്രൊജക്ട് ഇൻ ദ ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ ആൻഡ് സിസ് NGO എന്നിട്ട്. അപ്പോൾ NGO സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മിഷൻസ് എല്ലാം അവരിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാകുക. പക്ഷേ ഇന്നിപ്പോൾ ആടെ മിഷൻസ് ഒന്നും ഇല്ല. ഒരു ബിൽഡിംഗ് മാത്രമേ ഉള്ളൂ, പൊട്ടിപ്പൊളിച്ച് ബിൽഡിംഗ് മാത്രമേ ഉള്ളൂ. അപ്പോൾ പ്രൈവറ്റുകാരിൽ ഇവർ എല്ലാം എടുത്തുകൊണ്ടേ. അപ്പോൾ ആർക്കെങ്കിലും ഒന്ന് ഇത് അറിയുന്നുണ്ടെങ്കിൽ ഇതിനെപ്പോയി ആരെങ്കിലും, അതായത് എൻ്റെ ഫാദർ റിലേറ്റീവാണ്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, എൻ്റെ കുടുംബക്കാരൻ റിലേറ്റീവാണ്, ഇല്ലയെന്ന് പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ വലിയ ഉപകാരം. ഇതെങ്ങനെ കൺവേർട്ട് ചെയ്ത് ഒരു പള്ളീൻ്റെ സ്ഥാപനം എങ്ങനെ കൺവേർട്ട് ചെയ്ത് പള്ളീൻ്റെ സ്ഥാപനം CSI ടെക്നിക്കൽ, അതായത് ഇതിൻ്റെ അത് ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ. അപ്പോൾ ഏത് ബിഷപ്പാണ് ഇത് ചെയ്തത് എനിക്കറിയില്ല. ബിസിനസ് എൻ്റെ പള്ളി തന്നെയാണ്, ഗുണ്ടട്ട് മെമ്മോറിയൽ CSI ചർച്ച് എന്ന് പറഞ്ഞാൽ എൻ്റെ പള്ളി തന്നെയാണ്. ഇത് പറയുന്നില്ല. പക്ഷേ ഈ ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ എന്നുള്ള ഏത് ബിഷപ്പാണ് ഇവർക്കിത് എഴുതി കൊടുത്തത് ഒന്ന് അറിയുന്നുണ്ടെങ്കിൽ ആരും കൊണ്ടൊന്ന് പറഞ്ഞു തരണം കേട്ടോ. ഒരു വലിയ ആക്ച്വലി എല്ലാവരും ഒന്ന് അറിയണം. ആക്ച്വലി ഈ പ്രൈവറ്റ് എങ്ങനെയായെന്നുള്ളത്, അതായത് പണ്ട് കാലത്ത് ഒന്നെന്ന് വെച്ചാൽ അവരുടെ കാറ്റഗറി വേറെ, ഇപ്പോഴത്തെ കാറ്റഗറി വേറെയാണ്. പണ്ട് കാലത്ത് പഠിച്ച കുട്ടികളത് ഇതും ഇപ്പോഴത്തെ കുട്ടികളെ വേറെ രീതിയിലാണ്. അപ്പോൾ അതുകൊണ്ട് അതറിയേണ്ട ഒരു ആകാംക്ഷനെ കൊണ്ട് ചോദിക്കുന്നത്. അപ്പോൾ ആരെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. ഇതടിയിൽ തന്നെ കമൻറ്റ് ചെയ്യുക, ഒരു പ്രശ്നമൊന്നുമില്ല. ഓക്കെ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇതെല്ലാം ഇപ്പം ഇങ്ങനെ പല സംഗതി നടക്കുന്നില്ല. അപ്പോൾ എനിക്കൊരു ഇതിപ്പോൾ ഒരു ക്യൂരിയോസിറ്റി തോന്നുന്നതുകൊണ്ട് ഞാനിപ്പോൾ ഇതൊന്നൊരു വീഡിയോ ചെയ്യുന്നുണ്ട്, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അത് ഇനി NDTF പറയുന്നത് എനിക്ക് പൊങ്ങലിടണ്ട, പൊങ്ങലിട്ടിട്ട് എനിക്ക് തിരിച്ച് നല്ലോണം ട്രിപ്പിൾ തരാമെന്നൊക്കെ അറിയാം. ഇപ്പോഴത്തെ പുതിയ മാനേജ്മെൻ്റ് എല്ലാം ആരായി കഴിഞ്ഞാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ട്രെയിനിങ് എല്ലാം നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ആരും പൊങ്ങലിടാൻ നിൽക്കണ്ട, അത് ആദ്യം പറഞ്ഞേക്കാം. ആരും ഇങ്ങോട്ട് പൊങ്ങലിടാൻ നിൽക്കണ്ട, അത്രയേ ഉള്ളൂ. NDTF ആരായി കഴിഞ്ഞാലും, ഏത് സ്റ്റാഫായി കഴിഞ്ഞാലും, ആരായിക്കഴിഞ്ഞാലും എനിക്ക് ഇങ്ങോട്ട് പൊങ്ങലിടാൻ നിൽക്കണ്ട, അത് ആദ്യം ഒന്ന് പറയുന്നുള്ളൂ. ഇതിനെ പറ്റിയിട്ട് എല്ലാ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളും എനിക്കറിയുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് പൊങ്ങലിടാൻ നിൽക്കണ്ട. അപ്പോൾ ഞാൻ ഇതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ, ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ, ഇതിനെ പറ്റിയിട്ട് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, താങ്ക് യു.